Hi students, welcome to Learnino. ഇന്ന് പവർ ഇലക്ട്രോണിക്സിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The voltage and current in a power electronics switch are given in the figure below. Determine the power loss in the switch. Power loss in the switch during the rise time period of the switch. The switching frequency is 50 kilohertz. Rise time is equal to 3 millisecond. Fall time is equal to 5 millisecond. Okay. അപ്പോൾ നോക്കൂ, വോൾട്ടേജ് ആൻഡ് കറന്റ് ഇൻ എ പവർ ഇലക്ട്രോണിക് സ്വിച്ചിലുള്ള വോൾട്ടേജ് ആൻഡ് കറന്റിന്റെ ഡയഗ്രാം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ മുകളിൽ കാണുന്നതാണ് കറന്റ് ആൻഡ് താഴെയുള്ളതാണ് വോൾട്ടേജ്. എന്തിന്റെ ഡയഗ്രാം ആണ്? സ്വിച്ചിന്റെ ആണ്. പവർ ഇലക്ട്രോണിക് സ്വിച്ചിന്റെ ഡയഗ്രാം ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സ്വിച്ചിന്റെ റൈസ് ടൈം പീരീഡിൽ ഉള്ള പവർ ലോസ് എന്താണെന്ന ചോദ്യം. ആവറേജ് പവർ ലോസ് അല്ല, ഈ സ്വിച്ചിന്റെ റൈസ് ടൈമിൽ മാത്രമുള്ള പവർ ലോസ് ആണ്. ഓക്കെ, switching frequency തന്നിട്ടുണ്ട്, റൈസ് ടൈം തന്നിട്ടുണ്ട്, ഫോൾ ടൈം തന്നിട്ടുണ്ട്. സോ ഗിവൺ ഡീറ്റെയിൽസ് switching frequency is equal to 50 kilohertz തന്നിട്ടുണ്ട്, റൈസ് ടൈം is equal to 3 millisecond തന്നിട്ടുണ്ട്, ആൻഡ് ഫോൾ ടൈം is equal to 5 millisecond. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നോക്കും. ഇപ്പൊ കറണ്ടിന്റെ ആണെങ്കിൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, വോൾട്ടേജിന്റെ ആണെങ്കിൽ ഈ ഒരു ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ റൈസ് ടൈം. റൈസ് ടൈം ഒന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ റൈസ് ടൈം എന്ന ഡ്യൂറേഷനിൽ ഡ്യൂറിങ് റൈസ് ടൈം ആദ്യത്തെ ഒരു 3 മില്ലി സെക്കൻഡ് എന്ന ഡ്യൂറേഷനിൽ കറണ്ട് എന്താ ചെയ്യുന്നത്? കറണ്ട് 0 ആംപിയേഴ്സിൽ നിന്നിട്ട് കറണ്ട് ഇൻക്രീസ് ഫ്രം 0 ആംപിയറിൽ നിന്ന് 10 ആംപിയറിലോട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് എന്താ ചെയ്യുന്നത്? വോൾട്ടേജ് 200 വോൾട്ട്സിൽ നിന്നിട്ട് 0 വോൾട്ട്സിലോട്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു ഇൻസ്റ്റന്റേനിയസ് കേസിൽ ഉള്ളൊരു വേരിയേഷൻ നമുക്ക് അവിടെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വേരിയേഷൻ എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഒരു ലെങ്തി ഇക്വേഷൻ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഈ പീരിയഡിലുള്ള എനർജി ലോസിന്റെ ഇക്വേഷൻ. വി വിൽ ഗെറ്റ് ദ എനർജി ലോസ് ഡ്യൂറിങ് ദ റൈസ് ടൈം അല്ലെങ്കിൽ ഓൺ ടൈമിലുള്ള എനർജി ലോസ് എന്ന് പറയുമ്പോൾ ബൈ ഇന്റഗ്രേഷൻ ഇൻ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് വി വിൽ ഗെറ്റ് എന്താ കിട്ടുക? V0 I0 ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻറ്റു കറന്റ് ഇൻറ്റു റൈസ് ടൈം ദി ഹോൾ ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. എനർജി ലോസിന്റെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, so already we are having the output voltage. എന്താ നമുക്ക് കിട്ടിയിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാ? ഇറ്റ്സ് 200 ആണ് അല്ലെ. 200 വോൾട്ട്സ് ആണ് നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ദെൻ കറണ്ട് എന്താ ചെയ്യുന്നത്? കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? ഇറ്റ്സ് 10 ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരു ഇൻസ്റ്റന്റ് ഉള്ള കേസ് എടുക്കാം. 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റന്റിൽ എടുക്കുമ്പോൾ സോ ഇറ്റ്സ് 200 ഇൻറ്റു 10 ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റൈസ് ടൈം എന്ന് പറയുന്നത് എത്ര? ഇറ്റ്സ് 3 മില്ലി സെക്കൻഡ്. സോ ഇറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു ഇറ്റ്സ് 3 മില്ലി സെക്കൻഡ് അല്ല, ഇറ്റ്സ് 3 മൈക്രോ സെക്കൻഡ്. ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ്സ് 3 മൈക്രോ സെക്കൻഡ് ആണ് കേട്ടോ. ഇറ്റ്സ് 3 മൈക്രോ സെക്കൻഡ് ആണ്. സോ 3 ഇൻറ്റു 10 raised to minus 6 the whole divided by 6 ചെയ്യുമ്പോൾ we will get it as 1 millijoule ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, we will get as 1 millijoule. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ക്വസ്റ്റ്യൻ ഈസ് ഡിറ്റർമൈൻ ദ പവർ ലോസ് ആണ്. പവർ ലോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഈക്വൽ ടു എനർജി ലോസ് ബൈ ടൈം ആണ് അല്ലെ. എനർജി ലോസ് ബൈ ടൈം ആണ്. എന്ത് ടൈം? ആ സ്വിച്ചിങ് ടൈം ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി എനർജി ലോസ് ബൈ സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത് എന്താ? ഇസ് ഈക്വൽ ടു എനർജി ലോസ് ഇൻറ്റു സ്വിച്ചിങ് ഫ്രീക്വൻസി ആണ് അല്ലെ. 1 ബൈ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു 1 മില്ലി ജൂൾ ഇൻറ്റു ഫ്രീക്വൻസി എത്ര? 50 കിലോ ഹെർട്സ് ആണ്. 50 കിലോ ഹെർട്സ് 1 മില്ലി ജൂൾ ഇൻറ്റു 50 കിലോ ഹെർട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.
മില്ലി കിലോ എല്ലാം ഇതായിട്ട് ക്യാൻസൽ ആയിട്ട് we will get it as 50 hertz ആയിരിക്കും, 50 watts ആയിരിക്കും നമ്മുടെ ആൻസർ. Our answer is 50 watts ആണ്. B is the answer. Consider a single phase half wave rectifier with a freewheeling diode feeding RL load. Identify the waveform of the voltage across the thyristor. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തൈറിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജിന്റെ വേവ് ഫോം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇതൊരു RL ലോഡാണ് അല്ലെ, ഇതൊരു RL ലോഡാണ്. ഇവിടെ നമുക്കൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട്. ഇതാണ് തൈറിസ്റ്റർ. ഈ തൈറിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കൂ, നമ്മുടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് സിഗ്നൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? VS അല്ലെ. VS ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു ആൽഫ എന്ന് പറഞ്ഞ പോയിന്റിലാണ് എന്റെ ഫയറിംഗ് ആംഗിൾ എന്ന് വിചാരിക്കും. ഫയറിംഗ് ആംഗിൾ ഈസ് അറ്റ് ആൽഫ. അടുത്തൊരു ഇത് കൂടി ഞാൻ നോക്കാം. ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയിലാണ് പോസിറ്റീവ് ഇത് വരുന്നത്. പിന്നെ അടുത്ത ഫയറിംഗ് ആംഗിൾ വരുന്ന ഏതിലായിരിക്കും? 2π പ്ലസ് ആൽഫയിലായിരിക്കും. 2π പ്ലസ് ആൽഫയിലായിരിക്കും അടുത്ത ഫയറിംഗ് ആംഗിൾ വരുന്നത്. ഓക്കെ, ഈ ഫയറിംഗ് ആംഗിൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയുമല്ലോ. സോ ഫയറിംഗ് ആംഗിൾ നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ് തൈറിസ്റ്റർ കറണ്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ആൽഫയിലാണ് ഞാൻ ഫയർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോഴാണ് എന്റെ തൈറിസ്റ്റർ VTH കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാം. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അപ്പൊ ഈ ആൽഫയിൽ നമ്മൾ ട്രിഗർ ഫയറിംഗ് പൾസ് കൊടുക്കുന്നതിന് മുന്നേ വരെ അതെന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ആ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുന്ന തൈറിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? VS ആയിരിക്കും. ഇവിടെ ഈ VSന്റെ ആ പാർട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ ഈ തൈറിസ്റ്ററിന് അക്രോസ് ഉണ്ടാവും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു നോക്കൂ, ആൽഫയിൽ നമ്മൾ ഫയർ ചെയ്ത് കഴിയുമ്പോൾ എന്താകും? അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഏതുവരെ കണ്ടക്ട് ചെയ്യും? പൈ വരെ കണ്ടക്ട് ചെയ്യും. പൈ വരെ കണ്ടക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ. സോ ഇറ്റ് വിൽ ബി എൻ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അപ്പൊ അത് വരയ്ക്കും നമ്മുടെ തൈറിസ്റ്ററിന് അക്രോസ് എന്തുണ്ടാകില്ല? വോൾട്ടേജ് ഉണ്ടാകില്ല. ഇനി നെഗറ്റീവ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന കേസിൽ എങ്ങനെയായിരിക്കും? തൈറിസ്റ്റർ റിവേഴ്സ് ബയസ് കണ്ടീഷൻ ആയിരിക്കും. സോ ഇറ്റ്സ് നോട്ട് കണ്ടക്ടിങ്, ഇറ്റ് വിൽ ബി ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അപ്പൊ ഈ നെഗറ്റീവ് വോൾട്ടേജ് കംപ്ലീറ്റ്ലി നമ്മുടെ തൈറിസ്റ്ററിന് അക്രോസ് ഉണ്ടാവും. ഓക്കെ, ഇന്ന് വീണ്ടും അടുത്ത നമ്മുടെ തൈറിസ്റ്റർ ഓൺ ആകുന്ന എപ്പോഴായിരിക്കും? 2π പ്ലസ് ആൽഫ ആയിരിക്കും. അതുവരയ്ക്കും നമ്മുടെ ഈ ഇൻപുട്ട് വോൾട്ടേജ് തന്നെ ആയിരിക്കും തൈറിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. 0 to ആൽഫ വരെ ഉണ്ട്, 0 to π വരെ ഇല്ല, π to 2π വരെ നെഗറ്റീവ് വോൾട്ടേജ് തന്നെ. സോ our answer is A is our answer. A three-phase full-wave bridge rectifier ആണ്. Feeds a resistive load as shown in the figure. The input line voltage is 300 volt and 50 hertz AC supply ആണ്. Calculate the average output voltage for a firing angle alpha of 90 degree. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഇതൊരു 3-phase full-wave bridge rectifier ആണ്. ഓക്കെ, ലോഡ് എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ലോഡാണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് VL/RMS ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. VL ലൈൻ വോൾട്ടേജ് RMS എന്ന് പറയുന്നത് 300 വോൾട്ടേജ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഫയറിംഗ് ആംഗിൾ ആൽഫ എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. സോ വി ആർ ഹാവിംഗ് റെസിസ്റ്റീവ് ലോഡ് എന്ന് തന്നിട്ടുണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ നമുക്കറിയാം ദി 3-phase ബ്രിഡ്ജ് ഫുള്ളി കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയറുടെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? will be equal to 3 into maximum of the line voltage ആണ് കേട്ടോ, RMS വാല്യൂ അല്ല. maximum of the line voltage by pi into 1 plus cos alpha plus 60 degree ആയിരിക്കും. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ ഒരു 3-phase റെസിസ്റ്റീവ് ലോഡ് വെച്ചിട്ട് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോം എല്ലാം വരച്ചിട്ട് അതിൽ നിന്ന് ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്ത് അതിന്റെ ഏരിയ കാര്യങ്ങൾ മീൻ സ്ക്വയർ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദി മാക്സിമം വാല്യൂ ഓഫ് ദി ലൈൻ വോൾട്ടേജ് ബൈ പൈ 1 plus cos alpha plus 60 ആയിരിക്കും. ദാറ്റ്സ് അവർ ഇക്വേഷൻ. അപ്പോൾ
already we are having VL RMS 300 voltage and volt എന്ന് തന്നിട്ടുണ്ട്. So line voltage ന്റെ maximum എന്തായിരിക്കും? Maximum value of the line voltage is equal to root 2 into VRMS ആയിരിക്കും, which is equal to root 2 into 300 ആയിരിക്കും നമ്മുടെ maximum value of line voltage. ഇവിടെ alpha is equal to 90 degree എന്ന് already തന്നിട്ടുണ്ട്. So V0 average is equal to 3 into VML എന്താ? VML is equal to root 2 into 300 ആണ്. root 2 into 300 by pi into 1 plus cos 90 plus 60. 90 plus 60 solve ചെയ്ത് കഴിയുമ്പോൾ we will get the answer as 900 root 2 by pi 1 minus root 3 by 2 is our answer. Option C. A single phase square wave inverter ആണ് shown in the figure below feeds an RL load. അപ്പോൾ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ്സ് കൺവേർട്ടിംഗ് DC to AC ആണ് കേട്ടോ. ഒരു RL ലോഡിനെയാണ് ഫീഡ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദി കറന്റ് സ്റ്റേറ്റ്മെന്റ് ഡ്യൂറിംഗ് ദ പീരീഡ് when switches T3 and T4 are on while T1 and T2 are off. The given polarity of the load voltage and the direction of the load current in the figure. അപ്പോൾ നോക്കൂ, ഒരു കണ്ടീഷൻ ഒരു തന്നിട്ടുണ്ട് അല്ലെ, T3 T4 ഓൺ ആയിരിക്കുമ്പോൾ T1 T2 ഓഫ് ആയിരിക്കുന്ന കേസിൽ ഉള്ള ലോഡ് വോൾട്ടേജിന്റെ ലോഡ് കറന്റിന്റെ പൊളാരിറ്റിയും പവർ ട്രാൻസ്ഫർ ഒക്കെ എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദ്യം. അതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കൂ, T3 and T4 ഓൺ ആകുന്ന കേസിൽ ഈ T1 വർക്കിംഗ് ആയിരിക്കില്ല, T1 and T2 ഓഫ് ആണ്, T1 ഉം ഓഫ് ആണ്, ഈ T2 ഉം ഓഫ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുക? അപ്പൊ കറണ്ട് will be flowing, കറണ്ട് ഇങ്ങനെ വരും, ഇവിടെ അല്ലേ സോഴ്സ്, കറണ്ട് ഇങ്ങനെ വന്നിട്ട് T3 കടന്ന് ഇങ്ങനെ ലോഡിലൂടെ വന്ന് T4 വന്നിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് അവർ കറണ്ട് ഡയറക്ഷൻ and the load voltage തന്നിരിക്കുന്നത് നോക്കൂ ഇങ്ങനെയാണ്. ഇതൊന്ന് മാറ്റി നമുക്ക് എഴുതാം. So this is a source voltage Vs and this is my load. Okay, our source voltage Vs minus plus ആണ് and this is the current direction. This is a load Vs. ലോഡിൽ തന്നിരിക്കുന്ന ഇതെന്ന് പറയുന്ന മൈനസ് ആൻഡ് പ്ലസ് ആയിരിക്കും. So this is our output voltage and already given current direction എന്ന് പറയുന്നത് ഇതാണ്, given current direction. അപ്പൊ നോക്കൂ, ഇൻപുട്ട് വോൾട്ടേജ് Vs, ഔട്ട്പുട്ട് വോൾട്ടേജ് Vs പ്ലസ് മൈനസ് ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് പ്ലസ് ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു മൈനസ് Vs ആണ്. കറണ്ട് തന്നിരിക്കുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് കറണ്ട് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഔട്ട്പുട്ട് കറണ്ട് ആണ്. സോ our പവർ എന്ന് പറയുന്നത് പവർ ഈസ് ഈക്വൽ ടു V0 into I0 ആണ്. ഇവിടെ മൈനസ് V0 into മൈനസ് I0 which is equal to പോസിറ്റീവ് പവർ. സോ പവർ ഫ്ലോ ചെയ്യുന്നത് സോഴ്സിൽ നിന്ന് ലോഡിലോട്ട് തന്നെയാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, ഔട്ട്പുട്ട് കറണ്ട് നെഗറ്റീവ് ഓഫ് Vs ആണ്, ഔട്ട്പുട്ട് കറണ്ട് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ്. അത് വരുന്ന നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് മൈനസ് Vs നെഗറ്റീവ് and the power flows from source to load. Consider a three-phase inverter feeding a star-connected resistive load shown in the figure below, which is operating in 180-degree conduction mode. The magnitude of the phase voltages VA0, VB0 and VC0 when switches S1, S2 and S6 are in conduction while other switches are off state. അപ്പോൾ നോക്കൂ, ഒരു ത്രീ-ഫേസ് ഇൻവെർട്ടർ ഒരു സ്റ്റാർ-കണക്റ്റഡ് റെസിസ്റ്റീവ് ലോഡിലോട്ടാണ് ഫീഡ് ചെയ്യുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 180-degree കണ്ടക്ഷൻ മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ S1, S2, S6 എന്ന മൂന്ന് സ്വിച്ചസ് ഓൺ കണ്ടീഷനിലും കണ്ടക്ഷൻ മോഡിൽ ഇരിക്കുകയും ബാക്കിയുള്ള സ്വിച്ചസ് ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിലുള്ള ഫേസ് വോൾട്ടേജസ് VA0, VB0 and VC0 എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നോക്കൂ, ഈ പോയിന്റ് ഞാൻ A എന്ന് കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് പോയിന്റ് A and this is point B and this is point C. ഓക്കെ, അപ്പൊ ഈ കേസിൽ S1
is connected to S1 is on അല്ലേ, S1 is connected to A ആണ്, A എന്ന പോയിന്റിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് S2, S6 are connected to B പോയിന്റ് ആണ്. അപ്പോൾ ഈ കേസിൽ നോക്കൂ, 180 കണ്ടക്ഷൻ മോഡാണ്, 3 സ്വിച്ചസ് ഓൺ ആണ്, ഫേസ് A is connected to പോസിറ്റീവ് റെയിലാണ്, ബാക്കിയുള്ള ഫേസസ് കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് റെയിലാണെന്ന് വിചാരിക്കും. ഓക്കെ, S1 is connected to പോസിറ്റീവ് റെയിലിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് S2 and S6 are connected to നെഗറ്റീവ് റെയിലിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു കേസിൽ ഒരു റിസൾട്ട് ഉണ്ട്. ആ കേസിൽ എല്ലായ്പ്പോഴും നമ്മുടെ ആദ്യത്തെ പോസിറ്റീവ് റെയിലിൽ കണക്ട് ചെയ്ത അവിടുത്തെ ഫേസ് വോൾട്ടേജ് ഉണ്ടല്ലോ, അത് വിൽ ബി 2/3 ടൈംസ് ഓഫ് ദ സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും. നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്റെ 2/3 ആയിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് റെയിലിൽ കണക്ട് ചെയ്ത പോയിന്റിലുള്ള ഫേസ് വോൾട്ടേജസ് വിൽ ബി -1/3 ടൈംസ് ഓഫ് ദ സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, VA0 എന്ന് പറയുന്നത് 2/3 ഓഫ് ദ സപ്ലൈ വോൾട്ടേജും VB0 is equal to -1/3 of the supply voltage ആയിരിക്കും. Hence our result is VA0, result is D, option D ആണ് ആൻസർ. A boost converter connected to a resistive load ആണ്, R is equal to 10 ohm, operates in continuous conduction mode. The duty ratio and switching frequency is equal to 0.6 and 10 kilohertz respectively. Determine the value of the inductor under the condition IL max is equal to 1.5 IL average, where IL max is the maximum value of the inductor current and IL average is the average value of the inductor current. Okay. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കുക. ഇതൊരു ബൂസ്റ്റ് കൺവേർട്ടർ ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ohm ആണ്, is equal to 10 ohm. കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടി റേഷ്യോ is equal to 0.6 എന്നും സ്വിച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 കിലോഹെർട്സ് ആണെന്ന് തന്നിട്ടുണ്ട്. is equal to 10 കിലോഹെർട്സ് ആണെന്ന് തന്നിട്ടുണ്ട്. വേറെ ഒരു റിസൾട്ട് തന്നിട്ടുണ്ട്. IL മാക്സ് എന്ന് പറയുന്നത് മാക്സിമം ഇൻഡക്ടർ കറന്റിലൂടെയുള്ള മാക്സിമം is equal to 1.5 ടൈംസ് IL ആവറേജ് വാല്യൂ ഓഫ് കറന്റ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ബൂസ്റ്റ് കൺവേർട്ടറിന്റെ കേസിൽ IL maximum value of inductor current is equal to 1.5 IL average എന്ന റിലേഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, ബൂസ്റ്റ് കൺവേർട്ടർ നമ്മൾ ഡയഗ്രാം എല്ലാം വരച്ച് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. IL മാക്സിമം വാല്യൂ ഓഫ് ഇൻഡക്ടർ കറന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ IL ആവറേജിന്റെ കൂടെ പീക്ക് ടു പീക്ക് റിപ്പിൾ കറന്റ് ഉണ്ടല്ലോ, ആ റിപ്പിൾ കറന്റിന്റെ പകുതി കൂടി നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും IL മാക്സ്. പീക്ക് ടു പീക്ക് റിപ്പിൾ കറന്റിന്റെ പകുതി IL ആവറേജ് പ്ലസ് പീക്ക് ടു പീക്ക് റിപ്പിൾ കറന്റിന്റെ ഹാഫ് ചേർക്കുന്നതായിരിക്കും IL മാക്സിമം വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1.5 into IL ആവറേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? റിപ്പിൾ കറന്റ്, നമ്മുടെ ആ ഒരു ഇൻഡക്ടർ സർക്യൂട്ടിലുള്ള റിപ്പിൾ കറന്റ് എന്ന് പറയുന്നത് വിൽ ബി ഈസ് ഈക്വൽ ടു ആവറേജ് വാല്യൂ ഓഫ് കറന്റ് ഇൻ ദ ഇൻഡക്ടർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1. പാർട്ട് 2. പാർട്ട് 2 എന്താണ് ആവറേജ് വാല്യൂ ഓഫ് കറന്റ് ഇൻ ദി ഇൻഡക്ടർ? ആവറേജ് വാല്യൂ ഓഫ് കറന്റ് ഇൻ ദി ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ I0 by ആവറേജ് വാല്യൂ ഓഫ് കറന്റ് ഇൻ ദ ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് സോഴ്സ് കറന്റ് തന്നെയാണ് അല്ലേ? സോഴ്സ് കറന്റ് തന്നെയാണ് ഇവിടെ ഇൻഡക്ടറിലൂടെ പോകുന്ന കറന്റ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് കറന്റ് ബൈ 1 മൈനസ് ഡി ആയിരിക്കും, which is equal to V0 by R into 1 minus D ആയിരിക്കും. V0 by R into 1 minus D ആയിരിക്കും. And this is option 2 ആയിരിക്കും. Okay. Also, from the graph, നമുക്ക് റിപ്പിൾ കറന്റിന്റെ ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് by solving we can find that the ripple current is equal to Vs into 1 minus D into D, the whole divided by L into F ആണെന്ന് നമുക്കുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. So consider the equation 2 and equation 3.
Consider equation 2 and 3. അത് നമ്മൾ equate ചെയ്യുമ്പോൾ equate equation 2 and 3, then we will get the value of the inductance is equal to R into 1 minus D the whole square into D the whole divided by F. So substitute the values for R, D and F. F is the switching frequency. Then the inductor നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? It will be equal to 96 microhenry. So our option is option A, 96 microhenry. Consider class A chopper whose input voltage Vs is equal to 100 volt, feeding an RLE load. The load current continuous ആണ്. Find the duty cycle of the chopper for which the average current through the control switch is maximum. അപ്പോൾ എന്തൊക്കെ തന്നിരിക്കുന്നത് നോക്കൂ. ക്ലാസ് എ ചോപ്പർ ആണ്. ക്ലാസ് എ ചോപ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബക്ക് ചോപ്പർ ആണ്. ബക്ക് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് പറയാം. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. സോ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു ഡ്യൂട്ടി റേഷ്യോ ഇൻടു ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് നീ 2 എന്താ തന്നിരിക്കുന്നത്? RLE ലോഡാണ്. അതിന്റെ വാല്യൂസ് വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് കറണ്ട് ഓപ്പറേഷൻ ആണ്. ആവറേജ് കറണ്ട് ത്രൂ ദ കൺട്രോൾ സ്വിച്ച്. അപ്പൊ കൺട്രോൾ സ്വിച്ചിലൂടെയുള്ള ആവറേജ് കറണ്ട്, അപ്പൊ ഇൻപുട്ട് കറണ്ട് തന്നെയാണ് അല്ലെ, അത് മാക്സിമം ആകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും കൺട്രോൾ സ്വിച്ചിലൂടെയുള്ള ആവറേജ് കറണ്ട് എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി റേഷ്യോ ഇൻടു ഡി ഇൻടു I0 ആവറേജ് ആയിരിക്കും. IL ആവറേജ് അല്ലെങ്കിൽ I0 ആവറേജ് ആയിരിക്കും. സോ I0 ആവറേജ് ഇവിടെ എന്താ? which is equal to I0 ആവറേജ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ I0 കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ വോൾട്ടേജ് ഉണ്ട്. V0 മൈനസ് E എന്ന് പറയുന്ന നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R ആയിരിക്കും. വരുന്നത്. ഓക്കെ. സോ D is equal to V0 നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് V0 is equal to D into Vs ആണ്. സോ V0 എന്ന് പറയുന്നത് is equal to D into Vs minus E by R ആയിരിക്കും. ഇതാണ് നമ്മുടെ ആവറേജ് കറണ്ട് ഇൻ ദ സ്വിച്ച്. ഓക്കെ. അപ്പൊ നമുക്ക് ആവറേജ് കറണ്ട് ആണോ? കാണണ്ടല്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആവറേജ് കറണ്ട് ത്രൂ ദ കൺട്രോൾ സ്വിച്ച് മാക്സിമം ആകണം. കാരണം ISW ആവറേജിനെ മാക്സിമം ആക്കണം. മാക്സിമം ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ വി ഡിഫറൻഷിയേറ്റ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു D. എന്നിട്ട് എന്താ ചെയ്യുക? ആൻഡ് സെറ്റ് ടു 0 ആൻഡ് ഈക്വൽ ടു 0. സെറ്റ് ടു 0. അപ്പൊ ഈ ആവറേജ് സ്വിച്ചിങ് കറണ്ട് ഉണ്ടല്ലോ, ആവറേജ് സ്വിച്ചിങ് കറണ്ടിനെ മാക്സിമത്തിലോട്ട് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡ്യൂട്ടി റേഷ്യോ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആ വാല്യൂവിനെ 0 സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഡ്യൂട്ടി റേഷ്യോ ഈസ് ഈക്വൽ ടു E by 2 into Vs എന്ന് കിട്ടും. ഡ്യൂട്ടി റേഷ്യോ ഈസ് ഈക്വൽ ടു E by 2 into Vs എന്ന് കിട്ടും. ഇയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഇയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 120 ആണ് വരിക. ബൈ 2 into Vs ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര? 100 ആണ്. സോ 120 by 200 ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0.6. The answer is B, 0.6. Calculate the output voltage for the operational amplifier shown below എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇതിന്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് നമ്മൾ കൊടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 മില്ലി ആംപിയർ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 2 വോൾട്ട് ആണ്. ആ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ള 2 വോൾട്ടേജ്, സോ V പ്ലസ് എന്ന് പറയുന്നത് എന്താ? ഈസ് ഈക്വൽ ടു 2 വോൾട്ട്. അപ്പൊ ആ വോൾട്ടേജിനെ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് V മൈനസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു ഫീഡ്ബാക്ക് പോലെ നമ്മൾ V മൈനസ് എന്ന ടെർമിനലിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ V മൈനസ് എന്ന ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ടുള്ള വോൾട്ടേജും എന്തായിരിക്കും? 2 വോൾട്ടേജ് ആയിരിക്കും. വിൽ ബി ഈക്വൽ ടു പ്ലസ് 2 വോൾട്ട് ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് V0 ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ കൊടുത്ത വോൾട്ടേജ് എത്രയാണ്? which is equal to plus 2 വോൾട്ട് ആയിരിക്കും അല്ലെ.
അപ്പോൾ ടോട്ടൽ ഈ ഒരു പോയിന്റിലുള്ള വോൾട്ടേജ്, ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ ഒരു പോയിന്റിലുള്ള വോൾട്ടേജ് ഞാൻ ലെറ്റ് ഇറ്റ് ബി വി ഔട്ട്. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഔട്ട് ആണെന്ന് വിചാരിക്കും. വി ഔട്ട്. ഓക്കെ. സോ ഇവിടെ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ വി ഔട്ട് മൈനസ് ഡ്രോപ്പ് ഇൻ 1 കിലോ ഓം റെസിസ്റ്റർ ആയിരിക്കും. ഡ്രോപ്പ് ഇൻ 1 കിലോ ഓം റെസിസ്റ്റർ ആയിരിക്കും. ഓക്കെ. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ? വി ഔട്ട് ഇൻറ്റു ഡ്രോപ്പ് ഇൻ 1 കിലോ ഓം റെസിസ്റ്റർ. ഇനി ഡ്രോപ്പ് ഇൻ 1 കിലോ ഓം റെസിസ്റ്റർ എന്തായിരിക്കും? ഡ്രോപ്പ് ഇൻ 1 കിലോ ഓം റെസിസ്റ്റർ എന്ന് പറയുന്നത്, നോക്കൂ, നമ്മുടെ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് 1 മില്ലി ആംപിയർ കറണ്ട് ആണ് കൊടുക്കുന്നത്. ആ 1 മില്ലി ആംപിയർ കറണ്ട് ആയിരിക്കും ഈ വേറെ ഒരു ടി സെറ്റപ്പ് റെസിസ്റ്ററിലൂടെ എല്ലാം ഫ്ലോ ചെയ്തിട്ട് അവസാനം 1 കിലോ ഓമിലൂടെ 1 മില്ലി ആംപിയർ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ 1 മില്ലി ആംപിയർ ഇൻറ്റു 1 കിലോ ഓം എന്ന് പറയുമ്പോൾ വി വിൽ ഗെറ്റ് 1 വോൾട്ട് ആയിരിക്കും ഡ്രോപ്പ് ഇൻ 1 കിലോ ഓം റെസിസ്റ്ററിലുള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇനി വി ഔട്ട് എന്തായിരിക്കും? വി ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ള വോൾട്ടേജ് ആണല്ലോ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് കൊടുത്തത്. അപ്പൊ അവിടെയുള്ള ഗെയിൻ ഓഫ് ദി ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇൻറ്റു ഈ നമ്മുടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ള വോൾട്ടേജ് ആയിരിക്കും. സോ വി ഔട്ട് പോയിന്റിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗെയിൻ ഇൻറ്റു വി പ്ലസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു റെസിസ്റ്റർ സെറ്റപ്പില് പോയിന്റ് എയിൽ നമ്മൾ KCL എടുത്ത് അത് സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ്സ് ലിറ്റിൽ ലെങ്തി. അപ്പൊ ആ ഒരു പോയിന്റ് എയില്, ഇതാണ് പോയിന്റ് എ, ആ പോയിന്റ് എയിൽ KCL എടുക്കുക. KCL at പോയിന്റ് എയിൽ എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദി ഗെയിൻ ടു ബി 2 എന്ന് കിട്ടും. ഓൾറെഡി ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് +2 ആണെന്ന് നമുക്കറിയാം. സോ വി ഔട്ട് ഈസ് ഈക്വൽ ടു എന്താ? 4 വോൾട്ട് ആയിരിക്കും. സോ ഫൈനൽ ആൻസർ V0 is equal to V out minus drop in 1 kilo ohm resistor ആണ്, which is equal to 4 minus 1 is equal to 3 volt is the answer. So answer A. The input Vi to an operational amplifier shown below is given in the graph. Identify the output voltage. അപ്പോൾ ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജിന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ഓപ് ആമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻഷിയേറ്റർ ആണെന്ന് മനസ്സിലാക്കാം. ദിസ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഡിഫറൻഷിയേറ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഡിഫറൻഷിയേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു മൈനസ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഇൻറ്റു സി ഇൻറ്റു dVi/dt ആയിരിക്കും. dVi/dt വോൾട്ടേജിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് നമ്മുടെ ഈ ഗ്രാഫിൽ എന്തായിരിക്കും? സ്ലോപ്പ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു 0 to ടൈം ഈസ് ഈക്വൽ ടു 0 to 2 മില്ലി സെക്കൻഡ് വരെയുള്ള ടൈം നമുക്ക് എടുത്ത് നോക്കാം. ആ ടൈമില് എന്താ നടക്കുന്നത്? സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ചേഞ്ച് ഇൻ വോൾട്ടേജ് 0 to 5. സോ ഇറ്റ്സ് 5 ബൈ ടൈം എത്ര ചേഞ്ച് ചെയ്തിരിക്കുന്നത്? 2 മില്ലി സെക്കൻഡ് ആണ്. സോ 2 into 10⁻³ ആണ്, which is equal to 2500 വോൾട്ട് പെർ സെക്കൻഡ് ആയിരിക്കും അവിടെയുള്ള സ്ലോപ്പ്. സോ ആ ഒരു ടൈം ഡ്യൂറേഷനിൽ V0 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇത് -RF. -RF മീൻസ് -10K ആണ്. ഇൻറ്റു C is 0.4 മൈക്രോഫാരഡ് ഇൻറ്റു 2500 വോൾട്ട് പെർ സെക്കൻഡ് ആണ്. 2500 volt per second. So we will get minus 0.004 into 2500 ആയിരിക്കും. അത് ഏകദേശം എത്ര നമുക്ക് വരുന്നതാണ്? ഇറ്റ്സ് ഓൾമോസ്റ്റ് -10 ആണ്. ഓക്കെ. അപ്പൊ 0 to 2 മില്ലി സെക്കൻഡിന് ഇടയിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് -10 വരുന്ന ഗ്രാഫ് ഇതിൽ ഏതാ? -10 വരുന്ന ഈസ് ഓപ്ഷൻ എ. സോ ആൻസർ ഈസ് എ ആണ്. A differential amplifier has V1 is equal to 0.85 volt
V2 is equal to 0.55 volt and V0 is equal to 300.7 volt. The common mode voltage gain of the amplifier. Common mode voltage gain ACM is equal to 1 എന്ന് തന്നിട്ടുണ്ട്. What is the differential voltage gain? AD is equal to എത്രയാണെന്നാണ് question. Also the common mode rejection ratio എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറുടെ V1 വാല്യൂ V2 വാല്യൂ തന്നിട്ടുണ്ട്, V0 വാല്യൂ തന്നിട്ടുണ്ട്, കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ തന്നിട്ടുണ്ട്, ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിനും കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറുടെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു ഡിഫറൻഷ്യൽ വോൾട്ടേജ് പ്ലസ് കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു കോമൺ മോഡ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഡിഫറൻഷ്യൽ വോൾട്ടേജ് നമുക്ക് കണ്ടു. ഡിഫറൻഷ്യൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ V1 മൈനസ് V2 ആണ്. V1 മൈനസ് V2 എത്ര നമുക്ക് കിട്ടുക? ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0.3 വോൾട്ട് ആയിരിക്കും. ദെൻ കോമൺ മോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് V1 പ്ലസ് V2 ബൈ 2 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 0.7 വോൾട്ട് ആയിരിക്കും കോമൺ മോഡ് വോൾട്ടേജ്. ഓക്കെ, ഓൾറെഡി നമുക്ക് V0 തന്നിട്ടുണ്ട്, ACM തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വി ക്യാൻ കാൽക്കുലേറ്റ് AD is equal to 1000 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ dB-യിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, dB-യിലാണ്. is equal to 20 log 10 of AD by ACM. AD by ACM ആയിരിക്കും കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഇൻ dB. So common mode rejection ratio in dB is equal to 20 log 10 AD by ACM. So we are having AD is equal to 1000 by ACM എന്ന് പറയുന്നത് 1 ആണ്. So our answer will be option C ആണ്. AD is equal to 1000 and CMRR is equal to 60 dB.